അഫാന്റെ കഥയും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവും സിനിമയാകുന്നുവെന്നും ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം. ഫെബ്രുവരി 6-ാം തീയതി പ്രസാദ് നൂറനാട് സംവിധാനം ചെയ്ത കാലം പറഞ്ഞ കഥ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ സിനിമ പുറത്തിറങ്ങിയാൽ അത് തൻ്റെ മകൻ്റെ ഭാവിയെയും ഒപ്പം ഈ കേസിൻ്റെ വിചാരണയെയും സാരമായി ബാധിക്കുമെന്നുള്ളതാണ് അഫാന്റെ പിതാവ് ഈ ഹർജിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ തന്നോടോ കുടുംബത്തോടോ ആലോചിക്കാതെയാണ്, തങ്ങളുടെ അനുവാദം വാങ്ങാതെയാണ് ഈ ഒരു വിഷയം സിനിമയാക്കിയത് എന്നുമാണ് ഈ അഫാന്റെ പിതാവ് പറയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഈ സിനിമയുടെ സംവിധായകനായ പ്രസാദ് നൂറിനാട് തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സിനിമ ഇപ്പോൾ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അഫാന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ സംവിധായകന് പറയാനുള്ളത്? സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രയത്നമാണ്. അപ്പൊ അത് സിനിമ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഞങ്ങളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ അഫാന്റെ അച്ഛൻ ഉന്നയിക്കുന്ന പോലെ ഇതൊരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കഥയല്ല. ഇത് തികച്ചും യാദൃശ്ചികമായിട്ടുള്ള, അതായത് ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികം മാത്രമാണ്. നമ്മള് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കും കുടുംബത്തിന് കൊടുക്കുന്ന ഒരു കരുതലാകാം. ഇതൊരു സ്കൂൾ അധ്യാപകൻ, ഒരു ഹെഡ് മാസ്റ്ററായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി നാടകശാല സ്ഥാപകനാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടാണ് ഈ സിനിമ. അഫാന്റെ പിതാവ് പറയുന്നത് ഈ സിനിമ റിലീസായാൽ അത് അഫാന്റെ ഭാവിയെയും ഒപ്പം ഈ കേസിന്റെ വിചാരണയും ഒക്കെ ബാധിക്കുമെന്നുള്ളതാണ്. അഫാന്റെ കഥയാണെങ്കിലല്ലേ അഫാന്റെ യഥാർത്ഥ കഥ, അല്ലെങ്കിൽ ആ സംഭവിച്ച യഥാർത്ഥ കഥയാണെങ്കിലല്ലേ, അല്ലെങ്കിൽ നമ്മളിത് എവിടെ പോലും നമ്മുടെ പരസ്യത്തിലോ എങ്ങുപോലും ഇത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ആവിഷ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ ഈ സിനിമ പറയുന്നത് കേരളത്തിൽ ഇന്നേ വരെ 2025 വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല സംഭവ കഥകളാണ്. ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോ തോന്നിയേക്കാം ഇത് വെഞ്ഞാറമൂട് സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നന്തങ്കോട് സംഭവിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം നന്തങ്കോട് കൂട്ടക്കൊലപാതകം അറിയില്ലേ, അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ അയൽപക്കത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. നമ്മൾ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ വെഞ്ഞാറമൂട് സംഭവമായി ബന്ധങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇപ്പൊ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരനെ കൊല്ലുന്നത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇത് വെഞ്ഞാറമൂട്ടിൽ മാത്രം സംഭവിച്ച കഥയാണെങ്കിൽ നമുക്ക് വെഞ്ഞാറമൂട് കഥയെന്ന് പറയാം. എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് കാലം പ്രയത്നിച്ച് സിനിമയുടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് അത് റിലീസിങ്ങിന്റെ തീയതി തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി എത്തുന്നത്. അപ്പൊ അതൊരു വലിയൊരു ആശങ്കയായി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതിന്റെ കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ ഇത് ഇനിയിപ്പം നാളെ അങ്ങനെ ഒരു സ്റ്റേയോ കാര്യങ്ങളോ വന്നാൽ ഇത് കോടതിയിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. പിന്നെ അതിലല്ലാതെ കേസ് അതിന് വലിയ ബലം നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഈ അഫാന്റെ പിതാവിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ആലോചിച്ചില്ല, അവരുടെ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതാണ് അദ്ദേഹം. അല്ല, അവരുടെ ഒരു കഥ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സംഭവം എന്താണെന്ന് നമ്മൾ പച്ചയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്താൽ മതിയല്ലോ. ഞാൻ ആ അഫാന്റെ അച്ഛന്റെ ഏഷ്യാനെറ്റിൽ കൊടുത്ത പ്രസ്താവന ഞാൻ കണ്ടു. ഞങ്ങളോട് ആലോചിച്ചില്ല, ഞങ്ങളോട് ചോദിച്ചില്ല എന്നൊക്കെ പറയാം. എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ അങ്ങനെ നമുക്ക് സമൂഹത്തിലെ ഈ പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എത്രയോ കഥകള് സിനിമയായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അഫാൻ എന്ന് പറഞ്ഞ് ഈ കഥാപാത്രത്തെ കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അനുവാദം വേണം. ഇതൊരു ഹിന്ദു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ്. ഇത് അഫാന്റെ എന്ന് പറഞ്ഞൊരു മുസ്ലിം ഫാമിലിയിൽ നടന്ന സംഭവമാണ്. ഈ സിനിമയിൽ ഇതൊരു ഹിന്ദു ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇതിനകത്തിലെ മരിക്കുന്ന പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. കാമുകി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അതും പെട്രോൾ ഒഴിച്ച് കത്തി. അത് നമുക്ക് ഒരുപാട് പ്രണയ ദുരന്തങ്ങൾ നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടില്ലേ? അതേപോലൊരു ദുരന്തമാണ് അത്. അപ്പൊ നമ്മളിതിനെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള അനവധി സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തും ഈ സിനിമ. ഇങ്ങനെ സിനിമയ്ക്കെതിരെ ഒരു ഹർജി പോകുന്നു, നിയമപരമായി തന്നെ നേരിടാനാണ് സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ തീരുമാനം? തീർച്ചയായിട്ടും ഞങ്ങളത് ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതിനകത്ത് ഞങ്ങൾ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാ ലൂപ്പ് പോയിന്റുകളും നമ്മൾ അടച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് ലീഗലി അഡ്വക്കേറ്റ് നമുക്ക് തുടക്കത്തിലേ ഉണ്ടായിരുന്നു.
അപ്പൊ അവരുടെ എല്ലാ നിർദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് അഫാന്റെ കഥയുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ചിത്രത്തിന്റെ സംവിധായകനായ പ്രസാദ് നൂർനാട് പറയുന്നത്. എന്താണെങ്കിലും ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ ഈ അഫാന്റെ പിതാവ് സമീപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സിനിമയുടെ സംവിധായകൻ പ്രസാദ് നൂർനാടും മറ്റണിയറ പ്രവർത്തകരും വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.